നിയമസഭയിൽ പിണറായിയുടെയും പ്രതിപക്ഷത്തിന്റെയും കഷ്ടകാലം തുടരുകയാണ്. 2 ദിവസമായി നടക്കുന്ന നന്ദിപ്രമേയ ചർച്ചയിൽ UDF അംഗങ്ങളെല്ലാം CPM-നെ എടുത്തിട്ട് അലക്കുന്നത് നാം കാണുന്നുണ്ട്. CPM-ൽ നിന്നും പുറത്തുപോയ TK ഗോവിന്ദൻ, G സുധാകരൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രസംഗം ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട്. അവരൊക്കെ തന്നെ CPM-നെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത് നാം കണ്ടു. ഇന്നലെ VT ബൽറാം ഉൾപ്പെടെ ആര്യാടൻ ഷൗക്കത്ത് എല്ലാ കോൺഗ്രസിന്റെയും UDF-ന്റെയും പ്രമുഖരായിട്ടുള്ള അംഗങ്ങളെല്ലാം സംസാരിച്ചപ്പോൾ CPM-നെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടത്. അതിനൊന്നും മറുപടിയില്ലാതെ നാണം കെട്ട് ഇരിക്കുന്ന ഒരു പ്രതിപക്ഷത്തെയും നമ്മൾ കണ്ടു. ഇന്ന് ശ്രദ്ധ ക്ഷണിക്കലിൽ സ്പീക്കറെ റൂളും ചട്ടവും പഠിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എണീറ്റു. എന്നാൽ അത് നടക്കില്ലെന്ന് തറപ്പിച്ച് പറഞ്ഞ് പിണറായിയെ സ്പീക്കർ ഇരുത്തുന്ന കാഴ്ചയാണ് രാവിലെ തന്നെ കാണാൻ കഴിഞ്ഞത്. ഒറ്റപ്പാലം MLA കെ പ്രേംകുമാർ ശ്രദ്ധ ക്ഷണിക്കലിൽ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഉന്നയിച്ചത്. UDF-ലെ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായിരുന്നു പ്രേംകുമാർ ചൂണ്ടിക്കാട്ടിയത്. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ക്ഷേമ പെൻഷൻ വിതരണം അട്ടിമറിച്ചു, അഴിമതിയും അധികാര ദുർവിനിയോഗവും സ്വജനപക്ഷപാതവും നടന്നു എന്നൊക്കെ പ്രേംകുമാർ ഈ ശ്രദ്ധ ക്ഷണിക്കലിൽ ഉന്നയിച്ചു. ഒപ്പം തന്നെ ശ്രദ്ധ ക്ഷണിക്കലിൽ പ്രേംകുമാർ ഉന്നയിച്ചിട്ടുള്ള അഴിമതി ആക്ഷേപങ്ങൾ സഭാരേഖകളിൽ കാണില്ല, അവ നീക്കം ചെയ്യുമെന്ന് സ്പീക്കർ ഉടൻ തന്നെ വ്യക്തമാക്കി. ഈ ശ്രദ്ധ ക്ഷണിക്കൽ കാര്യം വിഷയം അവതരിപ്പിച്ച് പ്രേംകുമാർ ഇരുന്നപ്പോൾ തന്നെ സ്പീക്കർ ഇടപെട്ടുകൊണ്ട് പറഞ്ഞത്, ഇത്തരത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ഈ ശ്രദ്ധ ക്ഷണിക്കലിൽ പറഞ്ഞിരിക്കുന്ന അഴിമതി ആക്ഷേപങ്ങൾ ഒന്നും തന്നെ സഭാരേഖകളിൽ കാണില്ല, അതൊക്കെ തന്നെ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യും എന്ന സ്പീക്കർ നിലപാടെടുത്തു. റൂളിംഗ് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. തൊട്ടു പിന്നാലെ തന്നെ പ്രതിപക്ഷ നിരയിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുയർന്നു. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അതിനെതിരെ വിമർശനവുമായിട്ട് രംഗത്ത് വന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രസംഗിക്കാനായിട്ട് എണ്ണീറ്റു. അദ്ദേഹത്തിന് സ്പീക്കർ മൈക്ക് കൊടുത്ത് അദ്ദേഹത്തെ കാര്യം പറയാനായിട്ട് ക്ഷണിക്കുകയും ചെയ്തു. പിണറായി വിജയൻ തൻ്റെ പ്രസംഗം നടത്തിയത് ഇങ്ങനെയാണ്: ഇത് നിർഭാഗ്യകരമായ അവസ്ഥയാണ്. സ്പീക്കറാണ് ഞങ്ങളുടെ അവകാശം സംരക്ഷിക്കേണ്ടത്. ഇവിടെ ഉന്നയിച്ച വിഷയം സാധാരണ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു എന്നതാണ്. അത് പാർട്ടി ഓഫീസിൽ വിതരണം ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ക്രമവിരുദ്ധമായ നടപടിയാണ്. അത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടേ? എങ്കിലല്ലേ ഭാവിയിൽ ക്രമവിരുദ്ധമായ നടപടികൾ ഒഴിവാക്കാൻ പറ്റൂ. അതിന് സംരക്ഷണം നൽകുകയല്ലേ അങ്ങ് വേണ്ടതെന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അതിന് സ്പീക്കർ കൊടുത്ത ഒരു മറുപടി അത് മാസായിട്ടുള്ളൊരു മറുപടിയായിരുന്നു. ഒരുപക്ഷെ ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഡയലോഗിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു മറുപടിയായിപ്പോയി അത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇപ്പോൾ പറയുന്നത്. അങ്ങയുടെ ഉപദേശത്തിന് ഞാൻ നന്ദി പറയുകയാണ്. അഴിമതി ആക്ഷേപങ്ങൾ ശ്രദ്ധ ക്ഷണിക്കലിലല്ല ഉന്നയിക്കേണ്ടത്. അതിന് മറ്റു പല സാധ്യതകളും സഭയിലുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്ദി പ്രമേയ ചർച്ചയിൽ പറയാം. പക്ഷേ ശ്രദ്ധ ക്ഷണിക്കലിൽ പരിധിക്കപ്പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റാതെ വരും. അതായത് ശ്രദ്ധ ക്ഷണിക്കൽ ഒരു വിഷയം, ഒരു പ്രത്യേക വിഷയം ഒരു അംഗം ഉന്നയിക്കുകയും അതിന് ബന്ധപ്പെട്ട മന്ത്രി മറുപടി പറയുകയും അതിന് ഉപചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുകയും വ്യക്തത വരുത്തുകയും ഒക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് വിട്ടുകൊണ്ട് അഴിമതി ആരോപണങ്ങളിലേക്കൊക്കെ ശ്രദ്ധ ക്ഷണിക്കൽ പോയാൽ അതിൻ്റെ ഉദ്ദേശശുദ്ധി തന്നെ ഇല്ലാതെയാകും. അതുകൊണ്ട് അത് അനുവദിക്കാൻ പറ്റില്ല. മറ്റ് സാധ്യതകളുണ്ട്. നിലവിലിപ്പോൾ നന്ദിപ്രമേയ ചർച്ച നടക്കുകയാണ്. അതിലുൾപ്പെടെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ ഉന്നയിക്കാം എന്ന ഒരു ഉപദേശമാണ് സ്പീക്കർ ഇന്ന് രാവിലെ കൊടുത്തിരിക്കുന്നത്.